മധ്യപ്രദേശിൽ BJP 2 നോൺ മുസ്ലിം ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് RSSുമായി ബന്ധമുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേ സമീപനമല്ലേ VD സതീശൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിന് ഒരു മറുപടിയും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നടത്തിയതായിരുന്നു. സുപ്രീം കോടതി ആ കേസ് തള്ളിയിരിക്കുന്നു, ഡിസ്മിസ് ചെയ്തു. അതുകൊണ്ട് ബൈൻഡിംഗ് ആണ്, നോൺ മുസ്ലിമുകൾ ഉൾപ്പെടുത്തുന്നത് ബൈൻഡിംഗ് ആണ് എന്നാണ് മുഖ്യമന്ത്രി ആധികാരികമായിട്ട് പറഞ്ഞത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആരോ ഒരാൾ അത് ചോദിക്കാൻ ശ്രമിക്കുന്നത് കേട്ടു. അപ്പോൾ അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞാഴി എന്ന മറുപടിക്കാണ് മുഖ്യമന്ത്രി തുനിഞ്ഞത്. ആ പ്രശ്നം തൊട്ടേയില്ല. ആ നേരത്തെ പറഞ്ഞ പ്രസ്താവന ശരിയോ തെറ്റോ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, വേറെ കേസായിരുന്നു, മാറിപ്പോയതാണ്. അങ്ങനെ പറയുന്നതിന് പകരം അത് സംബന്ധിച്ച് ഒരു നിലപാടും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ അത് സംബന്ധിച്ച് പറഞ്ഞ അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരണ ഈ കേസ് തള്ളിപ്പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ 14 അനുസരിച്ചുള്ള ബൈൻഡിംഗ് ആണ്. അങ്ങനെ വരുമ്പോൾ നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്തണം. ആ ധാരണയാണ് ഹൈക്കോടതിയിലെ അഫിഡാവിറ്റിലും പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതിയിലും ആധികാരികമായി പറഞ്ഞത്, ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ആവർത്തിച്ചത്. എന്നുവെച്ചാൽ 2 നോൺ മുസ്ലിമുകളായ ആളുകളെ ഉൾപ്പെടുത്തും എന്ന 14 വ്യവസ്ഥ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ പോയപ്പോഴും, ഇപ്പോൾ ഇവർ കേസിന് പോയല്ലോ, ഇപ്പോൾ വഖഫ് ബോർഡ് കേസിന് പോയപ്പോഴും 14 തൊട്ടിട്ടില്ലല്ലോ. അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്ന ആളല്ലേ. അപ്പോൾ 14 തൊടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണല്ലോ. 14 ഇവരാണോ നോക്കുന്നത്? അത് വളരെ വിശദമായി ഒക്ടോബർ 25 വാദം കേൾക്കാൻ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനകത്ത് നേരെ ഈ കേരളത്തിൻ്റെ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചത് ചോദ്യം ചെയ്യുന്ന ഹർജി അതാണോ പരിഗണിക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ അല്പമെങ്കിലും ഈ പറഞ്ഞതിനോട് വാക്കുപാലിക്കുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഈ മുന്നണി മുസ്ലിം താല്പര്യവും വിശ്വാസികളുടെ പൊതുവായ താല്പര്യത്തോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ അവർ കോടതിയിൽ പറയേണ്ടിയിരുന്നത്, സുപ്രീം കോടതി ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, സുപ്രീം കോടതി പരിശോധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളും കേരളവും തമിഴ്നാടും ഒഴിവുകൾ ഇട്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധി വരുന്നത് വരെയെങ്കിലും തലസ്ഥിതി തുടരാൻ അനുവദിക്കണമെന്ന് പറയുന്നതിന് പകരം 14-ാം വകുപ്പ് കർക്കശമായും ഉൾക്കൊണ്ടുകൊണ്ട് വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. ആ 14-ാം വകുപ്പ് പൂർണ്ണമായിട്ടും നോൺ മുസ്ലിം ഉൾപ്പെടുത്തുന്നതാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ വകുപ്പിനകത്ത് 16 ഉണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ. ഡിസ്ക്വാളിഫിക്കേഷനകത്ത് നേരത്തെ നോൺ മുസ്ലിം ആണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരുന്നു, മുസ്ലിം അല്ലാത്ത ഒരാൾ അംഗമാണെങ്കിൽ അത് ഡിസ്ക്വാളിഫിക്കേഷനാണ്. ഈ പുതിയ നിയമം നോക്കൂ, അത് ഡിലീറ്റ് ചെയ്തു. നോൺ മുസ്ലിം ആണെന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. ആകെ ഡിസ്ക്വാളിഫിക്കേഷൻ ആകുന്നത് ഈ 14-ാം പ്രകാരം മുസ്ലിം വേണമെന്ന് പറയുന്ന 4 കാറ്റഗറികൾ. ആ 4 കാറ്റഗറികളിൽ പെട്ടവർക്ക് മാത്രം മുസ്ലിം അല്ലെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യും. അതിനൊരു പ്രൊവിഷൻ ഉണ്ട്, അതിൽ മുസ്ലിം ഇല്ലെങ്കിൽ നോൺ മുസ്ലിമിന് ഉൾപ്പെടുത്താം. പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ 3 എന്നൊരു അതിനകത്ത് ഇടക്കാല ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ നിയമം പൂർണ്ണമായിട്ടും 14 ഉൾക്കൊള്ളുമെന്ന് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും നോൺ മുസ്ലിം ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്താമെന്ന് ഞങ്ങൾ അണ്ടർടേക്കിംഗ് ഹൈക്കോടതിയിൽ കൊടുത്തുവെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയും, ഇതെല്ലാം വന്നിട്ടും അഡ്വക്കേറ്റ് ജനറൽ അതേ വാദം നോൺ മുസ്ലിമിനെ കൂടി ഉൾപ്പെടുത്താമെന്ന് ഹൈക്കോടതിയിൽ ആവർത്തിക്കുകയും ചെയ്തിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ നിശബ്ദനായി ഇതിന് പൂർണ്ണമായിട്ടും അതിന് നേതൃത്വം നൽകാൻ കഴിയുന്നത്? നിങ്ങളുടെ ചോദ്യം, മാധ്യമപ്രവർത്തക ചോദ്യത്തിന് ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. അതിന് പകരം അദ്ദേഹം പറഞ്ഞത് എന്താ? അതിന് പകരം അദ്ദേഹം പറഞ്ഞു വഖഫ് ബോർഡ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉൾപ്പെടുത്താമെന്ന്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, വഖഫ് ബോർഡാണോ അപ്പോയിൻമെന്റ് അതോറിറ്റി? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് അപ്പോയിൻമെന്റ് അതോറിറ്റി ആയ ഇതിനകത്ത് അവർ പറയേണ്ട നിലപാടല്ലേ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഒക്ടോബർ 25 വരുന്നു. ആ വിധി വരുന്നത് വരെ ഞങ്ങൾക്കൊരു സാവകാശം നൽകണം, 2 ഒഴിവുകൾ ഇടണം, ഇതല്ലേ പറയേണ്ടത്. അതിന് പകരം ഇന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റ് ഇവരാണ് എല്ലാം ചെയ്തു വെച്ചേക്കണത്, കഴിഞ്ഞ ഗവൺമെന്റ് നീട്ടിക്കൊണ്ടുപോയത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അപ്പം ഞാൻ നോക്കി ഇവരെങ്ങനെ രൂപീകരിച്ചിരിക്കുന്നതെന്ന് നോക്കി. സാധാരണ ഈ ഇലക്ഷൻ പ്രോസസ്സ് സമയമെടുക്കും.
അതുകൊണ്ട് 2014 നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കൂ. അത് ഇറങ്ങിയിരിക്കുന്നത് 2014 ഒക്ടോബർ 21 UDF ഭരിക്കുമ്പോൾ അന്നത്തെ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷന്റെ അവസാന ഭാഗം എക്സ്പ്ലനേറ്ററി നോട്ട് നോക്കിക്കോളൂ. In terms of the members of Kerala State Waqf Board constituted as per so and so GO November 2008, the term expired on 31st October 2013. എന്നുവെച്ചാൽ UDF ഭരിക്കുമ്പോൾ 2013 ഒക്ടോബറിൽ കാലാവധി തീർന്ന ബോർഡിന്റെ രൂപീകരണം, പുതിയ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 2014 ഒക്ടോബറിലാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ നിയമങ്ങാനും വരാൻ പോകുന്നത് മനസ്സിലാക്കിയിട്ട് നോൺ മുസ്ലിമിനെ പിന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി പിണറായി ഗവൺമെന്റ് ഇത് ഒഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടേ വരാൻ. അവരുടെ കാലത്ത് എങ്ങനെയാണ്? കഴിഞ്ഞ ഗവൺമെന്റ് സമയത്തും നോക്കൂ, ഈ ഗവൺമെന്റ് സമയത്ത് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ് ഒരു വർഷം എന്ത് ചെയ്തു? അഡ്മിനിസ്ട്രേറ്റർ വെച്ചു. ഒരു വർഷം അഡ്മിനിസ്ട്രേറ്റർ വെച്ചു. അതിന്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. അമ്മ വെച്ച ഉദ്യോഗസ്ഥൻ പിന്നീട് സർവീസിൽ പോയ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനും പിന്നീട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വെച്ചു. ഞങ്ങളുടെ ഗവൺമെന്റ് സമയത്തും 2019 ആ 14 ബോർഡിന്റെ ഇവർ വെച്ച ബോർഡിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അമ്മ നോക്കൂ, ദ ടേം ഓഫ് ദ സ്റ്റേറ്റ് വഖഫ് ബോർഡ് വിച്ച് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് സോ ആൻഡ് സോ ഓൺ 19/10/2019 ദ ഇലക്ഷൻ പ്രോസസ് ഈസ് സ്റ്റാർട്ടഡ്. അതുകൊണ്ട് therefore pleased to appoint ശ്രീ A. ഷാജഹാൻ IAS സെക്രട്ടറി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്. 2019 വഖഫ് ബോർഡിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ മുത്തവല്ലി തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം അതാണ്. അതുകൊണ്ടായിരിക്കണം അധികാരത്തിലിരിക്കുന്ന മുത്തവല്ലികൾ നിൽക്കുമ്പോൾ അതിൻ്റെ വോട്ടിംഗ് ഇതിനൊക്കെ ബാധിക്കുമെന്ന തർക്കത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം സ്വാഭാവികമായിട്ട് ഇലക്ഷൻ പ്രക്രിയ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ ബോർഡ് അധികാരത്തിൽ ഇരിക്കാതെയാണ് കഴിഞ്ഞത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ രണ്ടും നോക്കുമ്പോൾ UDFന്റെ കാലത്ത് ഒരു വർഷം കഴിഞ്ഞ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ കാലാവധിക്കകത്ത് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയും ചെയ്ത ആ മുന്നണിയുടെ നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഇങ്ങനെ നിയമം വരുന്നുണ്ട്. ആദ്യമായിട്ട് സാധാരണ നിങ്ങൾക്കറിയാലോ, അദ്ദേഹത്തിൻ്റെ ആധികാരികമായിട്ടല്ലേ പറയുള്ളൂ. നിങ്ങൾക്കറിയാലോ ബോർഡിന്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രോസസ്സ് ആരംഭിക്കുമല്ലോ. പ്രോസസ്സൊക്കെ ആരംഭിക്കും. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് പ്രോസസ്സ് ആരംഭിച്ചു. ഇത്തവണ ഉണ്ടായ വ്യത്യാസം എന്താ? ഇത്തവണ ഉണ്ടായ വ്യത്യാസം അഡ്മിനിസ്ട്രേറ്ററിലേക്ക് പോയാൽ അത് സംബന്ധിച്ച് കോസി ജുഡീഷ്യൽ ബോഡി ആയതുകൊണ്ട് ആ പ്രൊസീഡിങ്സ് നടക്കുമോ ഇല്ലയോ എന്ന സംശയം വന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ഹൈക്കോടതിയിൽ കേസ് വന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ഇതിനു മുൻപില്ലാത്ത രൂപത്തിൽ ഈ ബോർഡിന് ഒരു വർഷം കാലാവധി നീട്ടിക്കൊടുത്തു. ഹൈക്കോടതി നീട്ടിക്കൊടുക്കുന്നത്. എന്നാൽ ഹൈക്കോടതി കാലാവധി നീട്ടിക്കൊടുത്ത് കഴിഞ്ഞ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് ഉള്ളതുകൊണ്ടാണ് ഈ സമയമെടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നത് വരെ ബോർഡിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. അഡ്മിനിസ്ട്രേറ്റർക്ക് കോസി ജുഡീഷ്യലായ ചുമതലകൾ നിർവഹിക്കാൻ കഴിയില്ല എന്ന പ്രശ്നം പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഒരു വർഷം നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിനിടയിൽ നിയമം വന്നപ്പോൾ പുതിയ കേസ് വന്നു. 14 എപ്പോഴും സ്റ്റേ ചെയ്തിട്ടില്ല. പുതിയ ബോർഡ് രൂപീകരിക്കണം. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്. ഇത് അദ്ദേഹം പറയുന്നത് അന്ന് രൂപീകരിച്ചിരുന്നെങ്കിൽ ആ ബോർഡ് അതേപോലെ തുടരുമായിരുന്നല്ലോ, നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്തേണ്ടതില്ലല്ലോ. എന്താ ഇതിനകത്ത് പുതിയ നിയമം പറയുന്നത്? പുതിയ നിയമം പറയുന്നത് പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഹോൾഡിംഗ് ഓഫീസ് ഓൺ ദ കമൻസ്മെന്റ് ഓഫ് ദ വഖഫ് അമെൻഡ്മെന്റ് ആക്ട് 2025 ഷാൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഓഫീസ് ആസ് സച്ച് അണ്ടിൽ ദ എക്സ്പയറി ഓഫ് ദെയർ ടൈം. ബോർഡ് തുടരുമെന്ന് നിയമം പറയുന്നില്ല. ഇതൊരു ഗ്രേ ഏരിയ ആണ്. ശരിക്കും ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്ത് നിൽക്കുന്ന കാര്യത്തിൽ നിയമവിദ്യാർത്ഥി തമ്മിൽ എനിക്ക് സംശയമുള്ളതാണ്. കാരണം ആകെ 11 പേരാണെന്ന് പറയുന്നു, എലക്ടഡ് മെമ്പേഴ്സ് തുടരാന്ന് പറയുന്നു. അപ്പോൾ ബോർഡ് എന്തായിരിക്കും? ഇതൊരു ഗ്രേ ഏരിയ ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ നിലവിലുള്ള നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും നോൺ മുസ്ലിമിനെ പിന്നീട് ഉൾപ്പെടുത്തേണ്ടതില്ല, ആ ബോർഡ് തുടരും എന്ന് വ്യക്തത പറഞ്ഞിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ പൂർണ്ണമായിട്ടും വഞ്ചിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടാണ് ഇപ്പോൾ നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താം, സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. കർശനമായിട്ടും 14-ാം വകുപ്പ് അനുസരിച്ച് യഥാർത്ഥത്തിൽ ലീഗ് ഉൾപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടിയിരുന്നത് സുപ്രീം കോടതി വിധി വരുന്നത് വരെ തടസ്സം തുടരാൻ അനുവദിക്കണം. അതെന്താ ചോദിക്കാൻ വരുന്നത്? അതിന് പകരം BJPയുടെ അതേ നിലപാട് സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത്. മധ്യപ്രദേശിൽ BJP 2 നോൺ മുസ്ലിം ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് RSSുമായി ബന്ധമുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേ സമീപനമല്ലേ VD സതീശൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്.